കേരളത്തിലെ ജയിലുകളിൽ ലഹരി ഒഴുകുന്നതായി KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു പറഞ്ഞു. പാലമൽ പഞ്ചായത്തിലെ ആദിക്കട്ടുകുളങ്ങരയിൽ UDF നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇക്കഴിഞ്ഞ 17 വൈകിട്ട് CPM ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കുടുംബത്തെ വീട്ടിൽ കയറ്റാതെ രാത്രിയിൽ പുറത്തു നിർത്തിയ സംഭവത്തിൽ ഇടപെട്ട UDF പ്രവർത്തകരെ CPM പ്രവർത്തകർ ആക്രമിച്ചതിലും പ്രതിഷേധിച്ചാണ് യോഗം സംഘടിപ്പിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സെൻട്രലൈസ്ഡ് പാർട്ടിയാണ്. AC സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞ ഒരു സെൻട്രൽ കേന്ദ്ര നേതൃത്വമാണ് എല്ലാം തീരുമാനിക്കുന്നത്. 3 വർഷം കൂടുമ്പോ വഴിപാട് സദ്യ നടത്തുന്ന പോലെ ഇലയിട്ട് സദ്യ കൊടുക്കും. അവിടെ പോയി അവന്മാർക്ക് ഉണ്ണാം. എന്നിട്ട് ആ 3ാമത്തെ വർഷം പാർട്ടി സമ്മേളനം എന്ന് പറഞ്ഞ് കുറെ വീഴ്പ്പലക്കും. അന്ന് ഇരിക്കുന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ തെറി വിളിക്കുന്ന കുറെ പ്രസംഗം നടത്തും. അവന്മാര് ഇറങ്ങിപ്പോകും. ഇതാണ് CPM പാർട്ടിയുടെ ജനാധിപത്യം. CPM പാർട്ടി ഉണ്ടെങ്കിൽ TP ചന്ദ്രശേഖരനെ കൊല്ലാൻ 52 വെട്ടി കൊല്ലാൻ തീരുമാനിച്ചത് ആ പാർട്ടിയുടെ ഉന്നത നേതൃത്വമല്ലേ? അതെവിടെ ചർച്ച ചെയ്തു? ഇവിടെ ചർച്ച ചെയ്തു. ആദിക്കാട്ടുകുളങ്ങരയിൽ വിശദീകരണ യോഗത്തിൽ കോൺഗ്രസ് പാലമൽ ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സജീവ് പൈരുമുട്ടിൽ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ദിലീപ് ഖാൻ സ്വാഗതം പറഞ്ഞു. യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് ഹാരിസ് ബീരാൻ മുഖ്യപ്രഭാഷണവും നടത്തി. നേതാക്കളായ ഷാജി നൂർനാട്, രാജൻ പൈനമൂട്, മനോജ് C ശേഖർ, G ഹരിപ്രകാശ്, S അൻസാരി, PB അബു, റഫീഖ് റിഫായി, ഷീജ ഷാജി, മുജീബ് റഹ്മാൻ തുടങ്ങിയവരും സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി പ്രകടനവും നടന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് മാർക്കറ്റിൽ പച്ചക്കറി വിൽക്കുന്നത് പോലെ കഞ്ചാവ് ലഭിക്കുന്നത്, ലഹരി വസ്തുക്കൾ ലഭിക്കുന്നത്. അതിലൊരു പ്രതിയുടെ കല്യാണം വന്നു, മുഹമ്മദ് ഷാഫിയുടെ. ആ കല്യാണ പന്തലിൽ കല്യാണരാമന്റെ വേഷം കിട്ടി. സാമ്പാർ അങ്ങോട്ട് കൊടുക്ക്, അത് ഇങ്ങോട്ട് കൊടുക്കെന്ന് പറയുന്നത് ആരാണ്? കേരളത്തിന്റെ സ്പീക്കർ AN ഷംസീർ. ഞാൻ പറഞ്ഞു വന്നത്, ഈ കേരളത്തിന്റെ ജയിൽ സുരക്ഷയെ പോലും ഇവർ കുത്തഴിഞ്ഞ ഒരു സംവിധാനമാക്കി മാറ്റി എന്നതാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടല്ലോ, നമുക്ക് വലിയ എതിർപ്പുള്ള ആളാണ്. ഞാൻ മൂപ്പരെ കുറിച്ച് ഒരുപാട് ഒന്നും പറയാറില്ല. CCTV എന്ന ആ മുതലിനെ കൊണ്ട് തെറ്റാതെ പറയിപ്പിക്കുന്നവന് ഞാൻ 10,100 രൂപ സമ്മാനം ഇത് പറയുന്നില്ല. ലോക്കൽ സെക്രട്ടറിയോട് ഞാൻ പറയുന്നില്ല കേട്ടോ, മൂപ്പര് നന്നാവുന്നുള്ള വിചാരം എനിക്കില്ല. മൂപ്പരെ പിന്നീടാണ് വരുന്ന പാവപ്പെട്ട മനുഷ്യരോട് ഞാൻ പറയാണ്, ഉളുപ്പ് എന്നൊരു വാക്ക് മലയാളത്തിലുണ്ട്, അറിയാം നിങ്ങൾക്ക്? ഉളുപ്പ് എന്ന വാക്ക് അത് ശബ്ദധാരാവലി അല്ല, നാട്ടുമ്പുറത്ത് മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന സാധനം. പുറമ്പോക്കി കിടക്കുന്നവൻ 1 ലക്ഷം രൂപക്ക് പറമ്പ് വിൽക്കുമ്പോ അതിൽ 50,000 കമ്മീഷൻ തട്ടണമെങ്കിൽ നിങ്ങളെ പോലെ നെറികെട്ടവർ വേറെ ഇല്ല എന്ന് പറയേണ്ടി വരും. ആ മനുഷ്യനല്ല ഞാൻ ഉപദേശിച്ചത്. ആ കമ്മീഷൻ വാങ്ങിയിട്ടും അത് കാണാതെ, അത് കേൾക്കാതെ ഈ പറയുന്ന ലോക്കൽ സെക്രട്ടറിയുടെ പിന്നിൽ അയാൾ വിളിച്ചു തരുന്ന ഇൻകുലാബിന് സിന്ദാബാദ് വിളിക്കാൻ ആരെങ്കിലും ഒരാൾ മുതിരുന്നുവെങ്കിൽ ഇതിലേറെ നല്ലത് മനുഷ്യന്റെ വിസർജ്യം പറ്റിച്ച് ജീവിക്കുന്ന നെറികേട് കാണിക്കലാണ്. നിങ്ങളോട് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തോണ്ട് പറയും.